ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ, പ്രിയ ശുഭോപദേശി, ഇടവയിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹമെന്ന് നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. എനിക്കിവിടെ പലരെയും വ്യക്തിപരമായ പരിചയമുണ്ട്, ചിലരെ അറിയില്ല. ഈ വർഷത്തെ റിട്രീറ്റിൽ എന്നെ ക്ഷണിച്ചതിന് ഇടവയുടെ വികാരിയോടും പ്രിയ സെക്രട്ടറി എംജാനോടുള്ള സന്തോഷവും പ്രത്യേകിച്ച് ഞാൻ അറിയിക്കുന്നു. നിങ്ങളിന്ന് വളരെ പ്രാർത്ഥനയോടെയാണ് ഈ വിഷയം എടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഒരു റിട്രീറ്റ് എപ്രകാരം പറഞ്ഞ് പഠിക്കാൻ, ധ്യാനിക്കാൻ അച്ഛനോടെ 3 വാക്കുകൾ ഉപയോഗിച്ചു. ധ്യാനം, പ്രാർത്ഥന, ഏകാന്തത, ഇതെല്ലാം റിട്രീറ്റിൽ സംഭവിക്കണം. ഞാനൊരു കാര്യം ആദ്യമേ അങ്ങ് പറയട്ടെ. ഈ വിഷയം നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ വേദപുസ്തകത്തിൽ പറയുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഈ വാക്ക് ഓർക്കണം. മാനുഷിക ബുദ്ധിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പഠിക്കാം? നമുക്ക് ചിന്തിക്കാം, ഒരുമിച്ച് ചിന്തിക്കാം. ഞാനിവിടെ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ്, നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇതൊരു റിട്രീറ്റ് ആണല്ലോ, ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. നിങ്ങളുടെ ഒരു പാഡ്, ഒരു പേപ്പർ ഉണ്ട്, ആരെയും കാണിക്കുകയും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഹോളി സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ചിന്ത ചുമ്മാ ഒന്ന് എഴുതി വെക്കാം, ആരെയും കാണിക്കേണ്ട. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, if you hear the word Holy Spirit first time or even continuously you are hearing, what is the first and the most important thing coming to your mind? ഒറ്റ വാക്കിൽ എഴുതാം, ഒരു സെന്റൻസ് എഴുതാം. ചിലർ എഴുതും കൈകൊട്ടുന്ന. ഒറ്റ വാക്ക്, എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ചുമ്മാ ഒന്ന് എഴുതി വെച്ചേ. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ചിന്ത? ഞാൻ 3 വാക്ക് കൊടുത്തിട്ടുണ്ട്. ഹു, വാട്ട്, ഹൗ. അതെല്ലാം എഴുതുമെന്ന് എനിക്കില്ല. എന്റെ ഒറ്റ ഇതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്? അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയും മതി. അവിടെ കിടന്നോട്ടെ. നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചാൽ നമ്മുടെ ഈ റിട്രീറ്റിന്റെ അവസാനത്തിൽ അതിനൊരു ആൻസർ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി എഴുതി വെച്ച ആൻസറുകളിൽ 2-3 ആൻസർ ഞാനെന്ന് പറയാം. നിങ്ങൾ ചില എഴുതി കാണും. ഹോളി സ്പിരിറ്റ് വൺ ഓഫ് ദ ഇൻഡിവിജ്വൽ or one of the personality in Trinity. തിയോളജിക്കൽ ആൻസർ അങ്ങനെ എഴുതിയവർ കാണുമായിരിക്കും. ചിലർ എഴുതി കാണും ഇതൊരു വ്യക്തിയാണ്. അങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടോ? ചുമ്മാതെ കൈവയ്ക്കാൻ. താങ്ക് യു. ചിലർ എഴുതി കാണും ഇതൊരു ശക്തിയാണ്. അങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഓക്കെ. ചിലർ എഴുതി കാണും ഇതൊരു വ്യക്തിയും ശക്തിയുമാണ്. അങ്ങനെ എഴുതി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഇത് കാണും. ഇനി പ്രൊട്ടസ്റ്റന്റ് ചർച്ചകളിൽ സാധാരണ ഹോളി സ്പിരിറ്റ് എന്ന് കേട്ടാൽ ആദ്യം വരുന്ന ഒരു ചിന്ത, സാധാരണ മനുഷ്യർക്ക്, വലിയ തിയോളജി ഒന്നും പഠിക്കാത്തവർക്ക് വരുന്ന ചിന്ത എന്നറിയാമോ? കൈകൊട്ടി. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്നോട് സമ്മതിക്കണം, അല്ലെങ്കിൽ തിരിച്ചും പറയാം. പ്രൊട്ടസ്റ്റന്റ് ചർച്ചകളിൽ സാധാരണ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് കൈകൊട്ടി ശബ്ദത്തിൽ പറയുന്ന, മറുഭാഷയിലോ അന്യഭാഷയിലോ സംസാരിക്കുന്ന, ബാഹ്യ പ്രകടനങ്ങൾ, ബാഹ്യമായ എന്തോ പ്രകടനങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു അമാനുഷിക ശക്തിയാണ് പരിശുദ്ധാത്മാവ്. Am I right? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇനി പോട്ടെ, ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ? അങ്ങനെ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? I use the word very cleverly. Protestant church. Am I right? Okay. ഇനി 100% അല്ലെങ്കിൽ maybe 70% ഓക്കെ. കാത്തലിക് ചർച്ചിൽ ഹോളി സ്പിരിറ്റ് എന്ന് കേട്ടാൽ ആദ്യം എന്തായിരിക്കും വരുന്നത്? Anybody can say? പെട്ടെന്നൊന്നും പറയത്തില്ല. ചുമ്മാ നമ്മൾ വെട്ടിട്ടാണ്. നമ്മളെ ഒത്തിരി ഫോർമാലിറ്റി നോക്കരുത്. നമ്മളൊരു ഓപ്പൺ. എനിക്ക് ഞാനെങ്ങനെ ചിന്തിച്ചു, ഇതൊരു
എനിക്ക് ഈ വിഷയം തന്നപ്പോഴും ഞാൻ ഒത്തിരിയേറെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ക്ലാസ് എടുക്കാൻ പോവുക, ആ പാവ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് അങ്ങനെ പറയാനേ പറ്റും. അപ്പൊ കാത്തലിക് ചർച്ചിൽ ഇത് കേട്ടാൽ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ചിന്ത എന്തായിരിക്കും അവർക്ക് ആദ്യം തോന്നുന്നത്? ഈസ് they believe in Holy Spirit? Catholic people? Anybody know? They believe. അവരുടെ മനസ്സിലെന്താ? ഞാൻ പ്രൊട്ടസ്റ്റന്റിനെ കുറിച്ച് തുറന്നു പറഞ്ഞു. കാത്തലിക് ചർച്ച് എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കുമോ? ഇനി ഞാനിവിടെ പറയാം. ഹല്ലേലൂയ കേട്ടിട്ടുണ്ടോ? സാധാരണ ആരാ പറയുന്നത്? കരിസ്മാറ്റിക് ഇല്ലേ? ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ജനം പറയും. അപ്പൊ കരിസ്മാറ്റിക് മീറ്റിങ്ങുകളിൽ അവർ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, whether you are Protestant or Catholic or any denominational person, one thing is clear: we all believe in Holy Spirit. Only problem, the things coming to our mind when we hear the word Holy Spirit, little bit differences are there. ഞാൻ അതാ പറഞ്ഞത്, മാനുഷിക ബുദ്ധിയിൽ ഇത് പറയാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഞാൻ പറയട്ടെ ചില കാര്യങ്ങൾ. നിങ്ങള് ഹോളി സ്പിരിറ്റ്, ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ട്. ഹൗ ഡു ഐ നോ ദ സ്പിരിറ്റ് ഈസ് അറ്റ് വർക്ക് ഇൻ മീ? എനിക്ക് എങ്ങനെ അറിയാം എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്? അതിനു മുമ്പൊരു ചോദ്യം, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ? മോന്റെ പേരെന്താ? ആദിൽ. ആദിൽ പരിശുദ്ധാത്മാവ്. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. വെരി ഗുഡ്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോൻ എന്തോ ഉത്തരം പറയും? യെസ്. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ളത് എബിച്ചാന്റെ അമ്മയാണെന്ന് ഞാനൊക്കെ വിശ്വസിക്കുന്നു. അമ്മച്ചിയുടെ ചോദ്യം ചോദിക്കത്തില്ല, പ്രായമുള്ളവരോട് അങ്ങനെ പാടില്ല. എന്നാലും അമ്മച്ചിയുടെ മനസ്സിൽ എന്നിൽ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് എങ്ങനെ അമ്മച്ചി പറയും? അമ്മച്ചി പറയാനും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അമ്മച്ചി പറയണ്ട. ഇനി വേണ്ട, നിങ്ങളോട് ചോദിച്ചു നോക്കി, നിങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന് എന്താ? ഞാൻ പറയണ്ട, ഒരു വാക്കൊന്ന് പേപ്പറിൽ എഴുതൂ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുവെന്ന്? കട്ടി ചോദ്യമൊന്നുമല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്നതിന് എന്ത് തെളിവാണ് എന്റെ ജീവിതത്തിലുണ്ട്? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ, ഇപ്പോഴ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും തോന്നുന്നു എഴുതിയാൽ മതി. നിങ്ങൾ എനിക്ക് നിർബന്ധമൊന്നും, ജസ്റ്റ് ടെൻഷൻ. പിന്നെ നിങ്ങൾ അവസാനം ഇതിൽ നിന്ന് റിവൈൻഡ് ചെയ്യണം. ഇനി ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറയാം. നമ്മളുടേതല്ലാത്ത ശ്രമം കൊണ്ട്, എന്റേതല്ലാത്ത പരിശ്രമം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കാതെ, ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാതെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഒന്നുകൂടെ ചൊല്ലി പറയാം. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രീ പ്ലാൻ ചെയ്തില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതി വെച്ചില്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ആരോടും പറഞ്ഞില്ല, ഞാൻ പ്രത്യേകിച്ച് ഡോക്ടറെ പോയി കണ്ടില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ഒരു ദിവസം ഉണ്ടായി. അങ്ങനെ സംഭവിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഏകദേശം പിടി കിട്ടി കാണത്തില്ലേ ക്വസ്റ്റ്യൻ, അല്ലേ? അങ്ങനെ സംഭവിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. That means you all are in the work of Holy Spirit. നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊരു കഥ പറഞ്ഞാൽ ഇടയ്ക്കൊരു പാട്ട് പാടാനൊന്നും പറ്റുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഒരു ചിന്ത, എന്തൊക്കെ ഞാൻ നിങ്ങളെ ഉണർത്താൻ വേണ്ടി ചോദിക്കുന്നത്, ട്രിനിറ്റി എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ വിശ്വസിക്കുന്നതാണ് ത്രീ ഏക
ദൈവം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് God in 3 persons. Yes, ഒരു പാട്ട് തന്നെ ഉണ്ട്. God in 3 persons, blessed Trinity. You know that song? Yes. അത് വെച്ചാൽ only one God but 3 personality. ഇത് ജസ്റ്റ് ഞാൻ who is Holy Spirit ചോദിച്ച ഒരു ആൻസറിന് വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും അറിയാം. We believe only one God but 3 personalities. എന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ ധാരണയുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? പിതാവ് എല്ലാത്തിന്റെയും സർവശക്തൻ, സർവജ്ഞാനി, ഒരു പ്രത്യേക നമ്മൾ തന്നെ വാക്കിലും പ്രവൃത്തിയിലും പ്രാർത്ഥനയിലും ഒക്കെ പറയും പിതാവ്. അത്രയും പ്രാധാന്യം പുത്രനുണ്ടോ? സത്യമേ പറയാം, നിങ്ങൾ ചിന്തിച്ചതേ പറയാം. അത്രയും നിങ്ങൾ പിതാവിന് കൊടുക്കുന്ന അത്രയും പ്രാധാന്യം പുത്രൻ ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതെയും പോയിട്ടുണ്ട് എന്നൊരർത്ഥമില്ലേ? ഓക്കെ, ഇനി ഞാൻ തിരിച്ചു പറയാം. പിതാവിനും പുത്രനും കൊടുത്ത അത്രയും പ്രാധാന്യം പരിശുദ്ധാത്മാവിനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു, നിങ്ങൾ പറയണം, ഒന്ന് സംസാരിക്കണേ. തെറ്റൊന്നും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. റിട്രീറ്റ് അല്ലേ? കൊടുത്തിട്ടുണ്ട്. Then why we give more importance to God, God the Father and God the Son? Are we giving the same weightage to the Holy Spirit? Okay. ഉൽപ്പത്തി 1-ന്റെ 2-ാം അധ്യായം, Genesis chapter 1 verse 2. അത് മൊത്തം വായിക്കുന്നില്ല, ആരെയും നിങ്ങൾ വായിച്ചു സഹായിക്കുന്നത്. എന്താണ്, എവിടെയാണ് ഹോളി സ്പിരിറ്റ്? ഉൽപ്പത്തി 1-ന്റെ 2 വായിക്കാമോ? ആരെങ്കിലും ഉറക്കെ വായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, in the beginning itself we can see Holy Spirit. Am I right? ഉണ്ട്. വീണ്ടും 1:27, Genesis 1:27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ, നാം നമ്മുടെ, ഇതൊക്കെ നമ്മുടെ ചിന്തിച്ചിട്ടാണ്. നാം നമ്മുടെ. അപ്പൊ അവിടെ പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് in the beginning itself or before our creation itself there was Holy Spirit. ഞാൻ അത്രയും ക്ലിയർ ആണോ? ആണ് അല്ലെ? നാം നമ്മുടെ സ്വരൂപത്തിൽ. അപ്പൊ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൺഫ്യൂഷൻ അതല്ല. ദൈവത്തിന് ശേഷമാണ് ക്രിസ്തു വന്നത്. ക്രിസ്തു പോകാൻ നേരം പറഞ്ഞു, ഞാൻ പോവാണ്, ഞാൻ പോകാഞ്ഞാൽ ആരും വരില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്. അതിനൊക്കെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. അതിന്റെ അർത്ഥം ഒരിക്കലും പരിശുദ്ധാത്മാവ് അന്നേരം വന്നെന്നല്ല. നമുക്ക് ദൈവം അനുവദിച്ച അതിലേക്ക് കടന്നു വരാം. ഇനി ഞാൻ മുമ്പ് ഒരു വാദം പറഞ്ഞു, മാനുഷിക ബുദ്ധിയിൽ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ആരുടെ ബുദ്ധി വേണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ. തിരിച്ചും നിങ്ങൾ ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടോ? സ്വന്തം അപ്പനെയല്ല, പിതാവായ ദൈവത്തെ. പക്ഷെ പിതാവെന്ന് പറഞ്ഞാൽ ഓടി മനസ്സിൽ പലത് വരുത്തില്ലേ? വരും. നമ്മൾ ആരെങ്കിലും ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരെ ഉണ്ട്. ഇനി പിതാവിനെ പുത്രനെ നമുക്ക് അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 1-2 റെഫറൻസ്, അത് അങ്ങനെ പോയാൽ നമ്മുടെ സമയം പോകലോ എന്നൊരു പേടിയാണ് എന്റെ മനസ്സിലുള്ളത്. ലൂക്കോസ് 10:22 വായിക്കാം. Luke chapter 10 verse 22. Luke 10:22. നിങ്ങൾ എന്റെ കൂടെ ഒരു അരമണിക്കൂർ ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ, പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ചോദ്യം ഒന്ന് ഉണർത്താൻ വേണ്ടിയാ. ലൂക്കോസ് 10:22. എന്റെ പിതാവ്
സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്നും പുത്രനും വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. അർത്ഥം മനസ്സിലായി അല്ലേ? ശരിക്കും പിതാവിനെ ആർക്കെ അറിയാൻ പറ്റൂ? പുത്രനെ. ശരിക്കും പുത്രനെ ആർക്കറിയാൻ പറ്റും? പിതാവ്. ഇതെല്ലാം ഞാൻ ബിബ്ലിക്കൽ വായിക്കണം. ഇനി ഞാൻ പറയട്ടെ. എന്നാൽ ഈ പിതാവിനോ പുത്രനോ പിതാവ് പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തതുപോലെയോ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തതുപോലെയോ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. ആദ്യത്തെ വാക്ക് ഇന്നത്തെ കാലത്ത് പേടിയാ. ഒരു കാര്യം പറഞ്ഞാൽ അവിടെ കട്ടികളെ. പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയതുപോലെയോ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെയോ അല്ല പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി. താപ്പോട്ട് വായിച്ച് പിന്നെ എങ്ങനെയാ നോക്കിക്കേ. ആൻസർ അവിടെ തന്നെ ഉണ്ട്. യോഹന്നാൻ 14:17. യോഹന്നാൻ പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയതുപോലെയോ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെയോ അല്ല പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയത്. പിന്നെ എങ്ങനെ? യോഹന്നാൻ 16:17. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആ വാക്ക് ഇത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. പക്ഷെ മലയാളത്തിൽ നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും. The spirit that dwells in me, in you. അടുത്ത വാക്ക് നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും വസിക്കുകയും ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ നന്നായി അറിയാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ഇരിക്കുകയും ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ നന്നായി അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം, എപ്പോഴാണ് ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ഇതൊന്നും ഒത്തിരി സമയം എടുക്കുന്ന ചോദ്യമല്ല. എപ്പോഴാണ് ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ഒറ്റ വാക്ക് ഉത്തരം പറയാം. പറഞ്ഞു, നമുക്കറിയാം. പറഞ്ഞു. രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ അല്ലെ? എപ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? നീ അങ്ങോട്ട് പോകണ്ട. നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇവാഞ്ചലിക്കൽ പീപ്പിൾ വിശ്വസിക്കുന്നത്, ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ അയാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അത് കറക്റ്റാണോ? ഇനി ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തരുമ്പോൾ, അതാണ് നമ്മൾ വായിച്ചത്. എന്താ വായിച്ചേ? ആ ആത്മാവ് നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, അനുഭവിച്ചറിയുന്നതാണ് പരിശുദ്ധാത്മാവ്. That means if you are able to experience the presence of Holy Spirit, that means you are having the Holy Spirit. ചോദ്യമുണ്ട്. അച്ഛൻ പറഞ്ഞു ഒരാൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കിട്ടുന്നത്. പിന്നെ ആ പരിശുദ്ധാത്മാവ് അവിടെ വസിക്കുന്നില്ലേ എന്നാണ് നിങ്ങളുടെ ചോദ്യം. ഇവരുടെ ചവിട്ടിലേക്ക് വരാൻ. ഇനി ഞാൻ എഴുതിയേക്കുന്നത്, ഞാൻ ഇംഗ്ലീഷിലാണ് നോട്ട്സ് വെച്ചേക്കുന്നത്. ഭാരപ്പെടണ്ട, എനിക്ക് രണ്ടുകൂടെ എഴുതാൻ തോന്നിയില്ല. ഞാൻ മലയാളത്തിൽ പറയാം, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഉദാഹരണം, ജീവിതത്തിൽ എന്റെ കല്ലാത്ത ശ്രമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിശയങ്ങൾ, അത്ഭുതങ്ങൾ, നടത്തിപ്പുകൾ, നീക്കുപോക്കുകൾ അനുഭവിക്കാത്ത ആരും ഇവിടെ ഇല്ല. That means we all experienced the presence of Holy Spirit. That means the topic, the first part, എനിക്ക് തന്നിരിക്കുന്ന വിഷയം, is Holy Spirit, is he working in me and through me? അത് എന്നിലും എന്നിലൂടെയും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് തന്നെ. അതിന്റെ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയുന്ന ആൻസേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ആത്മാവ് എന്നിൽ വസിക്കുന്നു. ഇനി അവിടെ ചോദ്യമുണ്ട്, നമുക്ക് എങ്ങനെ അറിയാം, എപ്പോൾ അറിയാം, ഇതൊക്കെ ചോദ്യമുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഞാൻ ഈ പറഞ്ഞ പോയിന്റ് പെട്ടെന്ന് നിങ്ങൾ പോയിച്ചിട്ട് പോലെ ഒന്നാമത്തെ കാണിക്കാൻ മുകളിൽ പോയി. ഇത് വായിക്കാമോ? യോഹന്നാൻ 14:16-17. യോഹന്നാൻ 14:16-17 വായിക്കാമോ? പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. ഓക്കെ, ആ ഭാഗത്ത് അങ്ങനെ വിടട്ടെ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ ഞാനും ആദ്യം സമ്മതിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, സമ്മതിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്, ഉറപ്പില്ല, ഞാൻ എനിക്കത് അനുഭവിച്ചിട്ടില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുക. പോയോ? ഉള്ളിൽ വസിക്കുന്നു അല്ലെ? യേശു തമ്പുരാൻ തന്നെ അവിടെ പ്രോമിസ് പറഞ്ഞ വാക്കാണ്, ഞാൻ വായിച്ചിരിക്കാം. ജീസസ് പ്രോമിസ്ഡ് ദാറ്റ് ദ സ്പിരിറ്റ് വുഡ് നോട്ട് only be with us but live inside us. എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു ധാരണ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നും പോയി നിൽക്കും. ശരിയാണോ? ഞാൻ പറഞ്ഞ ധാരണ, ചിന്താഗതി, പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കും. ഞാൻ ആ വാക്ക് പറഞ്ഞത് ശരിയാണോ? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് ചർച്ചക്കാർ പരിശുദ്ധാത്മാവ് ആദ്യം തന്നെ കൈകൊട്ടി ശബ്ദമുണ്ടാക്കി പിന്നെ മറുഭാഷ അന്യഭാഷ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബാഹ്യ പ്രകടനം നടത്തുമ്പോഴാണ് അവിടെ എന്തോ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം എന്ന് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിച്ചു പോകുന്നതിന്റെ കാരണം ഇത് വന്നും പോയി നിൽക്കുന്നു എന്നൊരു ചിന്ത. വന്നും പോയി നിൽക്കുന്നു എന്നതിനേക്കാളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ ബാഹ്യ പ്രകടനം. പലപ്പോഴും നമ്മൾ അതിനെ പ്രകടിപ്പിക്കാനോ പ്രവർത്തിക്കാനോ, ഇവിടെ ആരോ പറഞ്ഞു ആത്മീയ ജീവിതം ജീവിച്ച് കാണിക്കണം. ഞങ്ങളുടെ അച്ഛൻ തന്നെ പറഞ്ഞു, ഉള്ളിലുള്ള ആത്മാവ് ജീവിച്ച് കാണിക്കണം. അച്ഛൻ മനോഹരമായ വാക്കുകൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും അല്ലേ? അവരർത്ഥം ആത്മീയ കൂട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവർ ആത്മാവിന്റെ പ്രേരണയിൽ പറയാതെയും പെരുമാറാതെയും ജീവിക്കാതെയും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. യേശു പറഞ്ഞ വാക്കാണ്, ജീസസ് പ്രോമിസ് the spirit would not be temporary helper but a permanent indwelling presence. Don't think that this is just a temporary helper, sometime it is coming and going. No, it is in you every time. അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. അത് എങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പെട്ടെന്ന് വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉള്ളിലുള്ള സ്പിരിറ്റ്, മൂന്നാമത്തെ മലയാളം ഞാൻ പറയാം, അത് നമ്മളെ രൂപാന്തരപ്പെടും. വന്നു പോകുന്ന സ്പിരിറ്റ് രൂപാന്തരം ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഓൺലി ഫോർ എ മൊമെന്റ് ഫോർ 10 minutes. ഉള്ളിലുള്ള സ്പിരിറ്റിന് രൂപാന്തരം വന്നാൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ സ്പിരിറ്റ് ഉണ്ട്, അതിന് രൂപാന്തരം, അതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ ഈ ബൈബിളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബൈബിൾ ക്യാൻ ഇൻഫോം us many things. Yes, this is informative. Am I right? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻ തരാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത്, this one who is having the spirit indwelling in you and me. Bible, the word of God is written because of the Holy Spirit. Am I right? പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവം അതിനെ എഴുതിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് സത്യം. അതുകൊണ്ട് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഇത് വായിക്കുമ്പോൾ മനസ്സിന് രൂപാന്തരം തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ്. Not only that, if you are able to experience the transformation properly, that will make you to become a reformation. നിങ്ങൾക്കറിയാമോ മാർട്ടിൻ ലൂതർ എപ്പോഴാ കേട്ടില്ലേ? മാർട്ടിൻ ലൂതർ കാത്തലിക്സ് ചർച്ചിലെ സിസ്റ്റം അനുസരിച്ച് പഠിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പോയ ഒരാളാണ്. ഒരു സുപ്രഭാതം അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞേ,
എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. So he had information, he had transformation. That information and transformation led him to reformation. എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഇത് നമ്മുടെ കുഴപ്പമെന്നറിയാമോ? നമ്മൾ ചിന്തിക്കും, പക്ഷേ അതിനെ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഞാനത് ഇതെല്ലാം പറഞ്ഞിട്ട് വരാം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, He assures us that we belong to Christ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവർക്ക് തോന്നേണ്ട വിഷയം എന്താണ്? I belong to God. I belong to Christ. അങ്ങനെ പറഞ്ഞാൽ എന്തോ പെട്ടെന്ന് മനസ്സിലാവുന്നേ. I belong to God. I belong to എബിച്ചാന്റെ മക്കൾ മോൾ ഇരിപ്പുണ്ട്. അവൾ പറയും I belong to my daddy. അതിന്റെ അർത്ഥം എന്തോ എല്ലാവർക്കും അറിയാം അല്ലേ? ഇന്നത്തെ ഒരു അപകടം എന്നറിയാമോ? ഇന്ന് നമ്മുടെയൊക്കെ ഞാൻ ഉൾപ്പെടെ ജീവിതത്തിന്റെ പ്രത്യേക ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയും, ഇവനാണോ ഒരു ദൈവ പൈതൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവനെ? ചിലപ്പോഴൊക്കെ നമ്മുടെ വീഴ്ചകളും താഴ്ചകളും വരുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്ന വാക്കാണ്, ഇവനാണോ ഒരു ദൈവ പൈതൽ. എന്തോ സംതിങ് ഇവിടെ ഹാപ്പൻ. They never expected that from me. ഇയാളാണോ ഒരച്ഛൻ? നിങ്ങൾ എന്റെ വരാം, ഞാൻ അച്ഛൻ രണ്ടുപേരോടല്ലോ. ഇയാളാണോ ഒരു എന്നുവെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ച എന്തോ എന്നിൽ കണ്ടില്ല. ഈ വാക്ക് നോക്കിക്കേ. Every time, whether you are sleeping or waking or walking or എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചിന്ത, we belong to Christ. We belong to God. അങ്ങനെയുള്ളവരിലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഈ മലയാളത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വാക്കാണ് ദേഹം, ദേഹി, ആത്മാവ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? സമയം കിട്ടത്തില്ല അല്ലേ? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ ബിലോങ് ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നതിന് അതുകൂടെ പറഞ്ഞാലേ പറ്റത്തുള്ളായിരിക്കും. ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നും ഉണ്ടാക്കി. ആ മനുഷ്യ ശരീരത്തിൽ ദൈവം തന്റെ ജീവൻ ഊതി സന്നിവേശിപ്പിച്ചു. ദൈവം ഉണ്ടാക്കിയ കളിമണ്ണ് ബോഡി, റൈറ്റ്? അത് ശരീരം. ദൈവം എപ്പോഴാണോ ആ മൂക്കിലേക്ക് തന്റെ ജീവൻ ഊതിയത്, അതപ്പോൾ ദേഹിയായി മാറി. റൈറ്റ്? ശരിയാണോ? അല്ലെങ്കിൽ പറയണേ തിത്ത. ദൈവം എപ്പോൾ തന്റെ ജീവൻ ആ ശരീരത്തിലേക്ക് ഊതിയോ അന്നേരം അത് ദേഹിയായി മാറി. ആണോ? ആണ്. ആ ദേഹി ആണ് വാസ്തവത്തിൽ മനുഷ്യൻ അല്ലെ? എന്താ ദേഹിയുടെ പ്രത്യേകത? ഒരു മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ബുദ്ധിയും സങ്കടവും സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ദേഹിയിലാണ്, ദേഹത്തിലല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ ശരീരത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് ദൈവം ആദാമിന്റെ മൂക്കിൽ ഊതിയ ജീവന്റെ ആ ശ്വാസം, അതിലൂടെ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം, സൂസന്റെ ശരീരം, എന്റെ ശരീരം, ഇത് രണ്ട് ശരീരമൊന്നേ ഉള്ളൂ. സത്യത്തിൽ ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. ആരെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? അച്ഛൻ മിടുക്കനാണ്, അച്ഛൻ പാടും, അച്ഛൻ പ്രസംഗിക്കും, പിന്നെ സാബു അത് ചെയ്യും ഇത് ചെയ്യും, ഇതൊക്കെ പറയുന്ന ആരെയായി പറയുന്നേ? ആക്ച്വലി വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിസ് സോൾ, നോട്ട് ഹിസ് ബോഡി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവം മണ്ണിലുണ്ടാക്കിയ ബോഡിയിൽ ജീവശ്വാസം ഊതിയത്. അങ്ങനെ അത് ദേഹിയായിട്ട് മാറി.
റോമർ 8:16 വായിക്കാം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ മുമ്പേ ഞാൻ പറഞ്ഞു. ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എന്നോട് തന്നെ പറയണം ഞാൻ ആരാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആ വാക്കൊന്ന് നോക്കിക്കേ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറഞ്ഞു. അവിടെ എത്ര ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? 2 ആത്മാവ് അല്ലെ? അത് ഒന്ന് ആരാണ്? നമ്മുടെ ആത്മാവ്. മറ്റേതാരാണ്? ദൈവത്തിന്റെ ആത്മാവ്. ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യത്തെ ദേഹി, ജീവശ്വാസം ഊതിയപ്പോൾ ദൈവം തമ്പുരാന്റെ ശ്വാസം നമുക്ക് തന്നപ്പോൾ നമ്മൾ ആരായിട്ട് മാറി? ദേഹിയായി മാറി. ആ ദേഹിയിലാണ് വികാരവും വിചാരവും സന്തോഷവും സങ്കടവും എല്ലാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാ ഇവിടെ പറയുന്ന നോക്കിക്കേ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയും. ഇവിടുത്തെ ഒരു വിഷയം അതാണ്. ഇത് സംഭവിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ, എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയം വരുന്നത്. That means for a Christian, for a believer, each and every time we have to believe that the Spirit is in me. ആരാ പറയണ്ടേ? എന്റെ ശരീരം പറയും. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ പാടുമ്പോൾ മറ്റേത് പറയും, അയാൾ നന്നായിട്ട് പാടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, സത്യത്തിൽ അയാൾ നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ചിന്തിച്ചു നോക്കിയാൽ മതി. അയാളുടെ വികാരം വിചാരം. പക്ഷെ ആക്ച്വലി എന്താ പറഞ്ഞത്? എന്റെ ദേഹിയെ കുറിച്ചാണ് ഒരാൾ പറയുന്നത്. എന്റെ ദേഹി എന്നോട് പറയണം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഞാൻ ഇങ്ങനെ ആ ഭാഗത്തെ പറയട്ടെ. എന്റെ ഉള്ളിൽ വസിക്കുന്ന എന്റെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഞാൻ ദൈവമകനാണെന്ന് പറയാത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കത്തില്ല. Whether you say or not, you have soul. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളിപ്പോൾ ദേഹിയാണ്. ജീവൻ പോകുമ്പോഴേ ആ ദേഹി മാറിപ്പോകും. ഇവിടെ പറയുന്ന 2 ആത്മാവ്. ഈ വിഷയം അങ്ങനെയാണ് ഞാൻ പറയാം. എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട്, അല്ലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോട് സംസാരിക്കണം. അങ്ങനെയുള്ളവർക്ക് കുറ്റബോധം ഉണ്ടാകും. അങ്ങനെയുള്ളവർ പ്രസംഗം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കും. അങ്ങനെയുള്ളവർ ദൈവത്തോട് ചോദ്യം ചോദിക്കും. അങ്ങനെയുള്ളവർ അവരുടെ ജീവനെ കുറിച്ച് സംസാരിക്കും. ഇന്ന് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവര് കൈകൊട്ടണ്ടാണെന്നോ പ്രാർത്ഥിക്കണ്ടാണെന്നോ ശബ്ദം വെക്കണ്ടാണെന്നോ ഞാൻ പറയത്തില്ല. ദാറ്റ് ഈസ് ബിബ്ലിക്കൽ. ഇനി അങ്ങനെ ആരെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൈകൊട്ടുന്നതും പ്രാർത്ഥിക്കുന്നതും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ബൈബിള് വിലക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വന്നു പോകുന്നതായിട്ട് ജനത്തിനെ ഫീൽ ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു അപകടമാണ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഏറ്റവും പരമപ്രധാനം പഠിക്കേണ്ടത് എന്റെ ഉള്ളിലുള്ള എന്റെ ആത്മാവിനോട് ദൈവാത്മാവ് ബന്ധപ്പെടാതെ ഒരിക്കലും എനിക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി അതെങ്ങനെയാണ് പറ്റുന്നത്? എന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ജോലിയാണ് 5ാമത്തെ പോയിന്റ്. ഇത് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ഇതിൽ കൂടുതൽ ലഘുവാക്കാൻ പറ്റത്തില്ല. If I am talking in English, I think it will be easy. Whenever we make sure the indwelling spirit is controlling me, that moment itself I may get the feeling that there is an extraordinary power in me. When I hear something from somebody, that spirit itself will help me to think about whether I heard is right or not. If I go somewhere that is not permitted, if I am going and doing what I am doing, if the spirit will speak me, Biju, you should not go there. Because the inner spirit that is talking to God's spirit, otherwise the God spirit is talking to my spirit. ഞാൻ പറയട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും എന്റെ ആത്മാവും തമ്മിൽ സംസാരിക്കാൻ ഭാഗ്യമുണ്ടായാൽ
സംസാരിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം ധന്യമാകും. ഇന്ന് സഭയിലും സമൂഹത്തിലും വീട്ടിലും ഒക്കെ നടക്കുന്ന പ്രശ്നത്തിന്റെ മൂല കാരണം എന്റെ ഉള്ളിലുള്ള ദൈവാത്മാവ് ദൈവം തരുന്ന പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. നോക്കിക്കേ, എന്തായാലും ജോലി ഈ ടീച്ചേഴ്സ് അല്ലേ? വായിക്കണം. പിതാവിന്റെ നാമത്തിൽ അയപ്പാവുന്ന പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആ വാക്ക് നിങ്ങൾ എന്റെ കൂടെ ചിന്തിക്കണേ. ഇത് എനിക്കറിയാം, നിങ്ങൾ വേറെ പലയിടത്തും പോയാൽ ഒന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് ചേരുമ്പോഴാണ് ദൈവാത്മാവിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ദൈവാത്മാവ് നമ്മൾ ചെയ്യുന്നത്? ഇൻഡർലിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നാമത്തെ അച്ഛൻ ഇപ്പൊ വായിച്ച് കേൾപ്പിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ഇവിടെ ഇനിയൊരു വിഷയമുണ്ട്. ആദ്യം നമ്മളെ ചോദ്യം ചോദിച്ചു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ ശക്തിയാണോ? രണ്ടും കൂടാണ് അല്ലെ? ഇതൊരാളാണോ? നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയട്ടെ, ഇത് ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഉച്ച കഴിഞ്ഞ് പഠിക്കാം. അല്ലെങ്കിൽ യേശു തമ്പുരാൻ ഒരിക്കലും പറയത്തില്ലായിരുന്നു. അവിടെ പറഞ്ഞിട്ട് എന്താ പറയുമോ, ഞാൻ പോകുന്നു, ഞാനൊരു കാര്യസ്ഥനെ അയക്കും. മാത്രമല്ല, യേശു എവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം യേശു അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്? അതെന്നേ പറയത്തുള്ളൂ അല്ലെ? അതല്ലെങ്കിൽ ഇത്. അപ്പൊ ഇതൊരു വ്യക്തിയാണ്. നമുക്കത് അല്പം സമയമെടുത്ത് പഠിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ മറുപടി ഞാൻ തരാം. ഇത് നമ്മുടെ വിഷയം പിതാവിനെ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല, പുത്രനെ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് സംശയം, ഇത് വ്യക്തിയാണോ? പക്ഷെ വേദപുസ്തകം പറയുന്നത് ഗോഡ് ഇൻ 3 പേഴ്സൺ. തെളിവ് ബൈബിളിൽ വാക്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു സാധനത്തെ ദുഃഖിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ഒത്തിരി ഉദാഹരണം ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം അതിന് വികാരമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന, ഞാൻ സ്ഥാപിച്ചാനെ മനസ്സിലാക്കുന്ന ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ രൂപം എനിക്ക് പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊരു സംശയം, ഇതൊരു വ്യക്തിയാണ്. പക്ഷെ ബൈബിൾ പറയുന്നറിയുമോ, ഇത് ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. നമുക്കതിനെ ചോദ്യങ്ങളിലൂടെ അത് ക്ലിയർ ചെയ്യാം. ഇവിടെ വരട്ടെ, നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. എന്താണ് ഞാൻ ആ പറഞ്ഞ വാക്ക് പഠിക്കല്ലേ? എന്റെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് സാക്ഷ്യം പറയണം, ഞാൻ ദൈവത്തിന്റെ മകൻ ആണ്. ഇത് എല്ലാ ദിവസവും രാവിലെ സംഭവിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ നിരക്കാത്തത് ഞാനും നിങ്ങളും ചെയ്യത്തില്ല. ഇത് രാവിലെ എന്നും സംഭവിച്ചാൽ എന്റെ ഓഫീസിലും എന്റെ പ്രവർത്തന മേഖലകളിലും ദൈവാത്മാവിന് നിരക്കാത്തത് ഞാൻ മനഃപൂർവ്വമായി ചെയ്യത്തില്ല. ഇനി ചെയ്തു പോയാലോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും, യു ഡിഡ് റോങ്. എന്താണ് ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്? ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ചെയ്യുന്ന ജോലി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നെങ്കിൽ ഈ ടോപ്പിക്ക് പ്രവർത്തിച്ചു നടത്താം. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളെ പരിശുദ്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു. ഇംഗ്ലീഷ് വഴി പറയുന്നത് he will teach you. നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള സകല പ്രശ്നത്തിന്റെയും കാരണം അറിവില്ലായ്മയാണ്. ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ കുറിച്ച് ശരിയായ അറിവില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആര് ചെയ്യുമെന്ന് അറിയത്തില്ല, എവിടെ തുടങ്ങുമെന്ന് അറിയത്തില്ല. ലോകത്തിലുള്ള സകല പ്രശ്നത്തിന്റെയും കാരണം വാസ്തവത്തിൽ അറിവില്ലായ്മ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് വ്യാഖ്യാനിക്കാൻ സമയമെടുക്കുമായിരിക്കും അല്ലേ? മഹാത്മാഗാന്ധി ഇന്ന് ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ഫേമസ് ആയ സ്റ്റേറ്റ്മെന്റ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. പക്ഷെ അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിവില്ല എന്നുള്ള അറിവാണ് എന്റെ ഏറ്റവും വലിയ അറിവ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്.
എന്റെ വാക്കല്ല. എനിക്ക് അറിവില്ല എന്നുള്ള അറിവാണ് എന്റെ ഏറ്റവും വലിയ അറിവ്. അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി, എനിക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഒന്നും അറിവില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലും പരിപാടിക്ക് പോകും. നമുക്ക് ഒരു അറിവില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? ഓ, ഐ ആം യൂസ്ലെസ്, എനിക്കൊരു ഒന്നും അറിയാം. അതാണോ ഗാന്ധിജി ഉദ്ദേശിച്ചത്? അല്ല. തിരിച്ചുകൊണ്ട് എനിക്ക് എല്ലാം അറിയാമെന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഞാൻ ആരായിരിക്കും? അവൻ അഹങ്കാരിയാവും അല്ലെ? നമ്മുടെ ഭാഷ പറഞ്ഞു. അപ്പൊ ഇത് രണ്ടുമാണോ ഗാന്ധിജി ഉദ്ദേശിച്ചത്? എനിക്ക് അറിവില്ല എന്നുള്ള അറിവ് ആണ് എന്റെ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടതിനെ കുറിച്ച് ശരിയായ അറിവില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ അറിവ്. അതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പറ്റുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശരിയായിട്ട് അറിയില്ല. ഞാൻ ആദ്യമേ ആ വാക്ക് പറഞ്ഞു. ഞാൻ എത്ര പഠിപ്പിച്ചാലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വെളിപ്പെടുത്തി തരാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അവൻ നിങ്ങളിൽ വസിക്കുന്നതും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൽ നിങ്ങൾ അവനെ അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ വെളിപ്പെടുത്തി കൊടുത്തു, പുത്രൻ തന്റെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവിന്റെ വാക്കുണ്ട്, എന്നെ കണ്ടവന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചു കേൾപ്പിച്ചത് എന്താണ്? നിങ്ങളിൽ ഇരിക്കുന്ന ആത്മാവ്, നിങ്ങളിൽ വസിക്കുന്ന ആത്മാവ്, നിങ്ങളിൽ അങ്ങനെ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ അറിയുന്നു. രണ്ടാമത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവത്തിന്റെ ആത്മാവും എന്താ പറയണം? നിങ്ങൾ ദൈവത്തിന്റെ മകനാണെന്ന് പറയണം. ആ ആത്മാവ് ചെയ്യുന്ന ജോലിയാണ് അറിവ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. ജീവിക്കാൻ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അറിവാണ്. പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയാൻ അറിയില്ലെങ്കിൽ പറഞ്ഞതിന്റെ പൊല്ലാപ്പായിരിക്കും ജീവിതം മൊത്തം. ചെയ്യേണ്ടടുത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്തതിന്റെ പൊല്ലാപ്പായിരിക്കും ജീവിതം മൊത്തം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ടാ പറയുന്നത്, പ്രാർത്ഥിച്ചു വേണം ഇത് ചെയ്യാൻ. ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജോലി വേണേൽ മാറ്റിയെടുക്കാം, പഠിത്തം വേണേൽ മാറ്റിയെടുക്കാം, ജീവിതത്തിലെ പല തെരഞ്ഞെടുപ്പുകളും മാറ്റിയെടുക്കാം. പക്ഷേ ചില തെരഞ്ഞെടുപ്പുകൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിനുള്ള അറിവ് പോലും ആരാ തരണ്ടേ? പരിശുദ്ധാത്മാവാ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പിള്ളേരോട് പറയും, അവരൊന്ന് ഒരു 13-14 ഇയേഴ്സ് ആകുമ്പോഴേ പിള്ളേരോട് പറയാറുണ്ട്, യു ഷുഡ് പ്രേ ഫോർ യുവർ ഫ്യൂച്ചർ, യു ഷുഡ് പ്രേ ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ് പാർട്ട്ണർ. വാട്ട് ഈസ് ദ മീനിങ്? അവൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മളതിന്റെ മങ്ങേ സൈഡ് കാണണ്ട. ഇവന് തോന്നണം എന്റെ ജീവിതം ദൈവം തന്നൊരു ദാനമാണ്. ആ ദാനത്തിലേക്ക് കയറി വരുന്ന ഒരാൾ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ കട്ടപ്പുകയായി പോകും. അപ്പൊ അത് ആ അറിവ് ആര് തരും? സൗന്ദര്യം കണ്ടോണ്ടാണോ? പണം കണ്ടോണ്ടാണോ? വിദ്യാഭ്യാസം കണ്ടോണ്ടാണോ? ഞാൻ പറഞ്ഞത് ആ അറിവ് പോലും ആത്മീയവൽക്കരിക്കപ്പെടണം. എനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ എന്റെ ദൈവം അറിയാനുള്ള അറിവ് പകർന്നു തരുന്ന ജോലി ആരുടെയാണ്? പരിശുദ്ധാത്മാവിൻ്റെതാണ്. നിങ്ങൾക്കറിയാം മാസിഡോണിയൻ കോൾ അല്ലേ? ആ വാസ്തവത്തിൽ പൗലോസ് അവിടെ പോകാൻ വേണ്ടി വന്നതാണോ? അല്ല, വേദോസം പഠിപ്പിക്കുന്നു അപ്പൊ മറ്റൊരിടത്ത് പോകാൻ വന്നതാണ്. പക്ഷേ മക്കതോനിയയിൽ നിന്നൊരു വിളി, കടന്നു വാ, വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് ഞാൻ കേട്ടു. എന്റെ ഭാഷ പറഞ്ഞാൽ ആ അറിവ് ആരാ പറഞ്ഞു കൊടുത്തേ? ഞാൻ ഈ പള്ളിയോട് പറയട്ടെ, നിങ്ങൾക്ക് ദൈവം തന്ന വെളിച്ചത്തിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് പള്ളിയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനോട് സംസാരിച്ചാൽ
അത് ബന്ധപ്പെട്ടവരെ പറയേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കണ്ണടച്ചും കാതടച്ചും ഇരുന്നാൽ അതിന്റെ ദോഷം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ തലമുറയ്ക്കും സംഭവിക്കും. മാർട്ടിൻ ലൂതർ ഒരു സിസ്റ്റത്തിലൂടെ ജീവിച്ചു വന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വലിയ ഒരു അറിവ് പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ അറിവ് കൊടുത്തപ്പോൾ അതൊരു റിഫോർമേഷൻ ആയിട്ട് മാറി. മാർട്ടിൻ ലൂതറിനെ റിഫോർമേഷന്റെ നായകനാക്കി മാറ്റിയത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല, ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണ്ടുന്നത് പിന്നെ വിശ്വാസം. അത് വലിയൊരു തിയോളജി ആയിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞത് ആ അറിവ് നമ്മൾ മാർട്ടിൻ ലൂതറിനെ വിടാം. എന്റെ വീട്ടിൽ, എന്റെ പള്ളിയിൽ, എന്റെ ജീവിത സ്ഥാനത്ത് ഞാൻ ചില അറിവുകൾ പകരേണ്ടതുപോലെ പകർന്നാൽ അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പലപ്പോഴും ഇന്ന് പരിശുദ്ധാത്മാവിന് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്ക് അച്ഛനെ പേടി, നമുക്ക് ബോസിനെ പേടി, നമുക്ക് അവരെ പേടി, എനിക്ക് ബിഷപ്പിനെ പേടി, എനിക്ക് ആത്മാവിനെ പേടി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നു. അറിവ് പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ദൈവം തന്ന പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമുക്ക് ആവശ്യമായ അറിവ്. ഞാൻ എന്റെ ഭാഷ പറഞ്ഞാൽ, he will teach you what to do, what not to do. He will teach you where to go, where not to go. He will teach you how to do, how not to do, what to do, when to do, how to do, all these things. നമ്മൾ അതിന് പറഞ്ഞ പേരാണ് ഇന്നർ കോൺഷ്യസ്. 51 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ ആ വാക്ക് പഠിച്ചപ്പോൾ സത്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് ദൈവം അതിശയം ചെയ്തത് ചുമ്മാതെ ചെയ്തതൊന്നും അല്ല. ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ആ വാക്ക് പഠിച്ചിട്ടുണ്ടോ? ദൈവമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഞാൻ അറിയണം. ദാവീദിന്റെ ദേഹി, ദാവീദിന്റെ ഉള്ളിലുള്ള ദാവീദിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നതാണ് 51 സങ്കീർത്തനം. ആ ആത്മാവ് പറയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലെ ചിന്ത ആർക്കറിയാം? ദൈവത്തിന് അറിയാം, അല്ലേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇനി എത്ര തുന്നിച്ചാലും അറിയാൻ പറ്റത്തില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. യു നോ അബൌട്ട് മീ, ബട്ട് യു നെവർ നോ മീ പേഴ്സണലി. ബട്ട് ഹി നോസ് മീ പേഴ്സണലി. വാട്ട് ഐ ആം ഡൂയിങ്, വേർ ഐ ആം ഗോയിങ്, വാട്ട് ഐ ആം തിങ്കിങ്. നമ്മൾ പറഞ്ഞില്ലേ, പുഞ്ചിരിയിലുണ്ടൊരു വഞ്ചന. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഞാനത് പറയാം, നല്ല പച്ചിച്ച് ചിരിച്ച് കാണിക്കും. പക്ഷേ അതിനകത്ത് എന്താണ്? പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സ് കാണാൻ നമുക്ക്, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ പുറമേ ഉള്ളതെല്ലാം ഇപ്പൊ ഫ്ലാഷ് ലൈറ്റിനകത്ത് കാണാം, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉള്ളിൽ കാണാനുള്ള ഒരു സിസ്റ്റം കൂടെ ലോകം കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും? വണ്ടി പോകുന്നതും ട്രാഫിക് സിഗ്നൽ മാറ്റുന്നതും, പിന്നെ എന്താ ഈ റൂമിനകത്ത് കൊണ്ടുവച്ചാൽ, അല്ലെ, എന്താ പറയുക, ക്ലോസ്ഡ് സർക്യൂട്ട്, അല്ലെ, CCTV. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉള്ളിൽ കാണാനുള്ള ഒരു CCTV കണ്ടുപിടിച്ചാൽ, think very seriously. If you are not having the spirit in you, you cannot live in your home. If that CCTV is coming, if the spirit is not residing in your heart, mind, you cannot live in your house. നമ്മുടെ ഉള്ളിൽ കാണുന്ന ഒരു CCTV എന്തെങ്കിലും ഈ AI കണ്ടുപിടിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചാൽ, അന്ന് തീരും ലോകത്തിലെ 89% ആളുകളുടെ ജീവിതം. പക്ഷെ അവിടെയാണ് നമ്മൾ
ഈ ദൈവത്തിന്റെ ആത്മാവിന് മഹത്വം കൊടുക്കുക. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ മകൾ ആണ്. തിരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സംസാരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. ഞാൻ പറഞ്ഞു ദേഹം, ദേഹി, ആത്മാവ്. അത് നല്ലൊരു ടോപ്പിക്കാണ്. ഞാനൊരു യൂത്ത് കോൺഫറൻസിൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു പെൺകൊച്ചിനോട് ചോദിച്ചു, മോളെ, അവള് നല്ല കാണാൻ കൊള്ളാന്നുള്ള കൊച്ചാണ്, പക്ഷെ അവൾ ഈ ഡ്രസ് അത്ര മന്തിയായിട്ട് വന്നില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞ. അപ്പൊ ഞാൻ ചോദിച്ചു, ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ ടു വെയർ ദിസ് ഡ്രസ്? നീ ഈ ഡ്രസ് ഇട്ടതിന്റെ ഇന്റൻഷൻ എന്താ? അവൾ എന്നോട് ഒത്തിരി ഒത്തിരി ചോദ്യമൊക്കെ ചോദിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, മോളെ നീ എന്താണ് ഇത്? അവൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, എന്നെ ആരെങ്കിലും നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, that is good thing. You are right. I'm talking to a 19-year-old girl. You are right. അടുത്ത ദിവസം ഞാൻ ചോദിച്ചു, മോളെ, നിന്നെ നോക്കുന്ന ഒരാൾ ടെൻഡഡ് ആവുകയും അവൻ നിന്നോട് എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്താൽ അവനാണോ കുറ്റക്കാരൻ, നീയാണോ കുറ്റക്കാരൻ? അവളൊന്നും വേണ്ടിയില്ല, ഊഹിക്കാറ്. എന്നുവെച്ചാൽ ഞാൻ പറയാൻ അത്രേ ഉള്ളൂ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്താത്തോടത്തോളം കാലം നമ്മളെല്ലാവരെയും തെറ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഡ്രസ്സ്, ഞാൻ പറയുന്ന വാക്ക്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളെ പ്രകോപിപ്പിക്കാനും ടെംപ്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്താൽ ഞാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവിനോട് വഞ്ചനയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒറ്റ വാക്ക് നിങ്ങൾക്ക് നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് എന്നോടും എന്റെ ആത്മാവ് ദൈവത്തോടും പറയണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, ദേഹി ആദാമിന്റെ മൂക്കിൽ ഊതിയ ദൈവശ്വാസം ദേഹത്ത് കയറിയപ്പോൾ അത് ദേഹിയായി മാറി. അതിന്റെ പേരാണ് സോൾ. ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ സോളിനോടെ സംസാരിക്കാൻ പറ്റൂ, മനുഷ്യന്റെ ശരീരത്തോട് സംസാരിക്കാൻ പറ്റില്ല. ആ സംസാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സംസർഗം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ്. ഇനി ഒരു വാക്ക് പറയാം. ബൈബിളിലൊരു അച്ഛനോട് ആശീർവാദം പറയുകയാണ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും, അച്ഛൻ അങ്ങനെയാണോ എനിക്കറിയില്ല, യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും, വേറൊരു ഭാഷ പറഞ്ഞാൽ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വാക്ക് നോക്കിയേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമുക്ക് എല്ലാവർക്കും അത് മതി. പിതാവിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, അടുത്ത വാക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. എത്ര 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 ബ്യൂട്ടിഫുൾ ആ ആശീർവാദം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് വെച്ചാൽ കൂട്ടായ്മ ആചരിക്കുന്ന ആരാണ്? ജീവനുള്ളതിനെ കൂട്ടായ്മ ആചരിക്കാൻ പറ്റും. ഒരു വ്യക്തി ഈ ഉള്ളിലുള്ള ആത്മാവിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? തന്റെ സൃഷ്ടിയോട് എപ്പോഴും അവന് ബന്ധം വേണം. ആ ആത്മാവ് എന്റെ ആത്മാവിനോട് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എപ്പോഴും, ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ he will teach you. രണ്ടാമത്തെ വാക്കിലേക്ക് വരാം. സമയം അങ്ങനെ പറയാൻ പോയ സമയം എടുക്കും. റിമൈൻഡ്സ് അവിടെ പറഞ്ഞേക്കുന്നേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തും. നമ്മുടെ ഏറ്റവും വലിയ വിഷയമാണ്. അച്ഛനെ പറയാം, ഓർമ്മ. ഞാൻ പറയാം, പിള്ളേർ മനുഷ്യനെ പറയത്തില്ലയോ, എന്റെ സാറേ, എന്റെ അച്ഛാ, ഇവിടം വരെ അല്ലെ ഈ ഓർമ്മയുണ്ട്. എനിക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ എഴുതാൻ നേരം ഓർമ്മയില്ല. എനിക്കറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ പറയാൻ നേരം വരുന്നില്ല. അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. The Holy Spirit will remind you what to talk. നിങ്ങൾക്ക് ചില നിർണായക സമയത്ത് നമ്മുടെ ഒരു വാക്ക്, അതിന്റെ ശക്തി വളരെ വലുതാ അല്ലേ?
ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഒരു തീരുമാനമെടുക്കണം. നിങ്ങൾ ആ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരു ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. If you are not able to take this decision, that change very ആ സെൻസിൽ എടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നേ? ഓർമ്മ. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനെ ഓർമ്മപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനെ ഉപദേശിക്കും. നീ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. കംഫർട്ടേഴ്സ്, അതൊക്കെ നമുക്ക് വിടാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് രാവിലെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇന്നത്തേക്കുള്ളത് എനിക്ക് തരണേ, അരുതാത്തൊന്നും വായില് വരല്ലേ, വേണ്ടാത്തടത്തൊന്നും എന്നെ ഒന്നും വിടല്ലേ. ഇൻഡ്വലിംഗ്, അതായത് കൈകൊട്ടി ബഹളം വെച്ച് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതല്ല. അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് കാരണം പറയാം. പിന്നെന്താ, ഓരോ മൊമെന്റിൽ അച്ഛനോട് പറഞ്ഞല്ലോ, റിട്രീറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഏകാന്തത, അല്ലെ? ഏകാന്തമായി ധ്യാനിക്കാൻ. ഇന്നൊരു പക്ഷേ ഈ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം കൊണ്ട് ഇവിടുന്ന് പോകണം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോട് എന്നും സംസാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട, അതിനാണ് ഈ മോർണിംഗ് ഡിവോഷൻ പറയുന്നത്, അല്ലേ? രാവിലെ ഒരു ധ്യാനം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 5 or 10 minutes meditation in your life, that itself will change your life. Whatever coming to your mind in the beginning, in the morning, that will last at least 4 nights. നമ്മുടെ നാട്ടിലൊക്കെ ചായക്കടയില്ലേ, എന്റെ വീട്ടിൽ കേൾക്കാൻ എന്നിട്ടുണ്ട്. ചില ആചാര്യന്മാരും അമ്മാവന്മാരും പണിക്കരന്മാരും ഒക്കെ അവിടെ വരും. ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ കടയുടെ മീറ്റിംഗ്, അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇവരിങ്ങനെ നല്ല ചൂട് ചായ അടിച്ചുകൊണ്ടിരിക്കും. പത്രം വരും. ആ പത്രം വരുമ്പോൾ ഒരു ഭയങ്കര പരിപാടിയാണ്. അതിൽ ഒരപ്പച്ചൻ, ഒരമ്മാവൻ, ഒരു പണിക്കര് ഉറക്ക ഹെഡിങ് വായിക്കും. അയാൾ പിണറായിയുടെ ആളാണെങ്കിൽ അത് ഹെഡിങ് ഉറക്ക വായിക്കും. അയാളിനി അപ്പുറത്ത് സതീശന്റെ ആളാണെങ്കിൽ ആ ഹെഡിങ് വായിക്കും. വഴക്കൊന്നുമില്ല, അവരതം കൊണ്ട് സംസാരിക്കും. ഞാൻ പലപ്പോഴും കേട്ടോ, 15 മിനിറ്റ് എന്തോ സംവാദം അവിടെ നടക്കുന്നത്. എന്നിട്ട് തീർന്നില്ലെങ്കിൽ പറയും, വൈകിട്ട് കാണാം. ജോലിയെല്ലാം കഴിഞ്ഞ് എവിടെ പോയിന്നറിയാമോ? എന്നുവെച്ചാൽ മോർണിംഗിൽ എന്താണോ നമ്മുടെ തലയിൽ കയറ്റി വെക്കുന്നത്, ഒരു പരിധി വരെ അത് കുറഞ്ഞ പക്ഷം രാത്രി വരെയെങ്കിലും നിൽക്കും. ഇനി അതിന് അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 5 മുമ്പേ അയാൾ ചായക്കട വരും. അതിന്റെ ബാക്കി പറയാൻ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോട് നിരന്തരം എന്നും സംസാരിച്ചാൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരും പറയാതെ എന്റെ ജീവിതത്തിൽ പ്രകടമാകും. മോനെ അടുത്ത ഇടാമോ? ഇത് ബാക്കി ഞാനൊക്കെ വായിക്കുന്നില്ല. ഗസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഒരു ഗസ്റ്റ് വീട്ടിൽ വരും, പോകും, അന്നേരം വലിയൊരു സന്തോഷം. ഞാൻ എഴുതി വെച്ചത് വൈഫൈ പഴയ എടുക്കാമോ? ഈ ഹോളിനകത്ത് വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. If Wi-Fi connection is here, all the digital devices will be working. Am I right? But if you are keeping your phone without connecting with that Wi-Fi, whether it is 1 lakh rupees phone or 2 lakh rupees phone, it won't work. ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കാത്തിടത്തോളം കാലം നിനക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ അറിയാനായിട്ട് സാധ്യമല്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ബി കോൺഷ്യസ് ഓഫ് ഹിസ് പ്രസൻസ് ഡെയിലി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ രാവിലെ ഞാൻ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട്. എന്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവമേ ഇന്ന് എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത വന്നു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ കൊച്ചുങ്ങളോട് പറയും. കാരണം നമ്മളൊക്കെ ബലഹീനരല്ലേ, എത്രയോ പേരോട് ഫോൺ ചെയ്യുന്നു, എന്തെല്ലാം കടന്നു പോയിട്ടുണ്ട്. ചിലതൊക്കെ അതിനോട് പറഞ്ഞു, ചിലത് അറിയാതെ പറഞ്ഞു. ദൈവമേ ഇന്ന് എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത വന്നു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആരാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നു? നോ ഗ്യാരണ്ടി. Be conscious of his presence daily. If you are able to do that, you can experience the presence of Spirit. You can experience the power of the Spirit. Not only for a moment, even every day, every moment, every day you can experience. That is the meaning of indwelling Spirit. That will convict you, that will comfort you, that will give courage. Everything
The Spirit will guide you. That is the meaning of indwelling Spirit. Stop treating the Spirit like a visitor, but acknowledge Him as Lord in every areas of life. കൈകൊട്ടി പാട്ട് പാടുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നന്നായി കൈകൊട്ടുന്നതാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് നമ്മളെ കുറിച്ച് ലോകം പറയുന്ന ഒരു വിഷയം എന്നറിയാമോ? ഇവന്മാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന തരത്തില്ല, മറ്റു പലരും പറയാറുണ്ട്. ഇവനൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ തകർക്കും, എന്നാ പ്രസംഗമാണ് അല്ലേ? കുറ്റമൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവർ നമ്മളിൽ കാണാനായിട്ട് ഇന്ന് ഒക്ടോബർ 2 എന്റെ ജീവിതമാണ് എന്റെ അങ്ങനെ പറഞ്ഞൊരു വലിയ മഹാത്മാവിന്റെ ദിവസമാണല്ലോ. ഒരു വിസിറ്ററായിട്ട് ആത്മാവിനെ കാണരുത്. ഇറ്റ് ഈസ് ഇൻഡ്വെല്ലിംഗ് യു. പെട്ടെന്ന് എന്റെ സമയം പോയെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എനിക്ക് ആരും ഒരു ഹിന്റ് തന്നെ പോയി ഇതൊന്ന് കണ്ടുപോവുക. ഞാനിത് സമയമുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നോക്കിക്കേ, ആത്മാവ് എന്നിൽ വസിക്കുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു. അതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. എന്നിൽ വസിക്കുകയും എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പള്ളിക്ക് വേണ്ടുന്നത് ഇന്നതാണെന്ന് നിങ്ങൾ അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ വന്ന് ചാടി കയറിയും കുപ്പിറ്റി കയറിയും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കരുത്. There is a system for that. ഇന്ന് പലർത്തും അങ്ങനെ എന്നോട് ആത്മാവ് പറഞ്ഞു അതുകൊണ്ട് ഞാനത് ചെയ്യുക, അങ്ങനെ ഒരു ആത്മാവ് പറയത്തില്ല. നിന്റെ ഉള്ളിൽ തരുന്ന ആ ആത്മാവ് അത് പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കണം. നിങ്ങൾ വായിച്ചാൽ മതി, ഇതൊന്നും എഴുതിയെടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതാണ്. Lifeless dry plant blossoms when watered. In the same way, the Spirit revives areas of our lives that feels hopeless. നമുക്കൊക്കെ ജീവിതത്തിൽ നിരാശ വരത്തില്ലേ? ആർക്കാ വരാത്തേ? ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏലിയ. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ലോർഡ് ഐ ആം ഡൺ, മതി, എന്നെ അങ്ങ്. ഇവിടെ ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്തമൊന്നുമല്ല. നിരാശയും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ വരും. പക്ഷെ അവരുടെ വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ചില പ്രാന്തൻ പൊട്ടി. നിന്റെ ജീവിതത്തിൽ നിരാശയുള്ള ഭാഗത്തിൽ നിന്റെ ആത്മാവിനെ നീ ഒന്ന് തട്ടി ഉണർത്താമോ? ദൈവം നിന്നെ തട്ടി ഉണർത്തും. അതിനുള്ള ദിവസമായി തീർന്ന ഈ ദിവസം ഒരടുത്തോടൊന്ന് കാണിച്ചു വിട്ടില്ല. ഇത് നിങ്ങൾ വായിച്ചാൽ മതി, ജസ്റ്റ് വായിച്ചു പോണേ. Where do you feel spiritually dry? നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രൈ ഏരിയ ഉണ്ട് കേട്ടോ. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? Even if you sing, preach, teach, counsel, everything, we all have a dry area. ആ ഡ്രൈ ഏരിയ ഒരല്പം വെള്ളം കൊടുത്ത് ഉണർത്താൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ ഇന്ന് ഈ റിട്രീറ്റ് ധന്യമായി തീരും. Nobody is exception from that, including me. എല്ലാവരുടെയും ജീവിതത്തിൽ ഡ്രൈ ഏരിയ ഉണ്ട്. Indwelling Spirit, it can, he can, it എന്ന് പറയുന്നത്, he can revive you, renew you. അടുത്ത സൈഡിലൂടെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് എന്നെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ഇന്ന് പലപ്പോഴും എന്റെ ജോലി എന്താ അറിയാമോ? നിങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തും. ശരിയാണോ? നിങ്ങളെയൊക്കെ ഞാൻ രൂപാന്തരപ്പെടുത്തും. എന്റെ കാര്യവും എന്നിട്ട് ഞാൻ പറയും എന്നെ ആരും ഉപദേശിക്കാമെന്നും വരും. ഞാൻ എന്റെ കാര്യം പറയാൻ കുഴപ്പമില്ല. എനിക്കറിയാം വാട്ട് ടു ഡു, ഹൗ ടു ഡു. ഐ ഡോണ്ട് വാണ്ട് യുവർ അഡ്വൈസ്. കൊച്ചു കുഞ്ഞിനെ വരെ എന്നെ ഉപദേശിക്കാൻ പറ്റും. ബൈബിളിൽ വാക്യമുണ്ട്, ഉറുമ്പിനെ നോക്കി അതിന്റെ വഴികളെ ആരെയും നെഗ്ലക്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ ചെറിയ ഇൻസിഡൻസിൽ നമ്മുടെ ഉള്ളിൽ തരുന്ന തോട്ടാണ് വിഷയം. രൂപാന്തരം എന്ന് പറയുന്നത് കൈകൊട്ടി ഉളർത്തി വരുന്നതല്ല. That's a renewal, revival. ഈ വർഷം നമ്മുടെ വിഷയം എന്താ? The year of revival. Revival should happen through renewal, and renewal should happen through repentance.
Without repentance, there is no renewal. Without renewal, there is no revival. All these things are coming from the Holy Spirit. If I pray earnestly, God will show me to repent some of the area. And God will renew me. And God will revive me. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, caterpillar slowly turns to butterfly. ഒരു ദിവസം കാണോ ചിത്രശലഭം ഉണ്ടാകുന്നേ? ബയോളജി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്ത് പക്ഷെ അത് ആ പുഴു മാറി ചിത്രശലഭമാകുമ്പോൾ എന്തോ രസമാണ് ഞാൻ കാണുന്നത് അല്ലേ? The interlinked spirit, those it is having in our mind, it will make you as a butterfly in your church, in your office, even your school and colleges. The spirit can make you as a butterfly. Someone once known for anger becomes patient and gentle. നമ്മുടെ വിഷയം തെളിവ് പറഞ്ഞിട്ടില്ലേ? എനിക്ക് എന്റെ കോപം ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഈ കോപത്തിന്റെ സ്ഥാനത്ത് മറ്റു ചിലതുകൊണ്ട് കിട്ടാൻ മതി. ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. They become patient and gentle. ബൈബിളിൽ വാക്യമുണ്ട്, ദീർഘക്ഷമ. ചുമ്മാതെ കിട്ടത്തില്ല കേട്ടോ. നമുക്ക് സമയമുണ്ടേ പഠിക്കാം. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദീർഘക്ഷമ? മോനെ നെക്സ്റ്റ്, വിശുദ്ധിയിലേക്കുള്ള പരിവർത്തനം. ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റിനെ അതിന്റെ പ്രധാന ജോലി എന്ന് അറിയാമോ? നമ്മുടെ വിശുദ്ധിയിലേക്ക് പരിവർത്തനം ചെയ്യണം. ഞാൻ അത് നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഡിസ്കഷൻ എടുക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ളതാണ്. ബൈബിളിലെ വാക്യം, ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാണ്. വേറെ വാക്യമുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആരും എന്നുവെച്ചാൽ ഈ സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്ന സ്പിരിറ്റിന്റെ ജോലി എന്താണെന്നറിയാമോ? എന്നെ അനുദിനം കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കും. വേറൊരു ഭാഷ പറഞ്ഞാൽ കർത്താവിന്റെ സ്റ്റാൻഡേർഡിലേക്ക്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എന്നെ നയിക്കും. നെക്സ്റ്റ് വൺ. ഓക്കെ, ബാക്ക് ഞാൻ ഇവിടെ നിർത്തിയ ഇത്ര ഇന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ക്ലാസ് എനിക്കറിയാം, ഇത് അത്രയൊന്നും ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും എന്റെ ആത്മാവ് ദൈവത്തോടും ഇടപെടാൻ അവസരമുണ്ടായാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് നയിക്കും. പിതാവ് പുത്രനെ വെളിപ്പെടുത്തി, പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവിനെ പിതാവ് പുത്രനെ വെളിപ്പെടുത്തിയതുപോലെയോ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയ പോലെ അല്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ അവനെ അറിയുന്നു. ഒറ്റ വാക്കിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച് അറിയണം. മറ്റൊന്നടയ്ക്കാം. കർത്താവേ, രക്ഷിക്കപ്പെട്ട മകനിൽ എന്റെ പരിശുദ്ധാത്മാവ് എന്നെ തന്നതാണ്. ആ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട്, എന്റെ ആത്മാവ് ദൈവത്തോടും അനുദിനം പറഞ്ഞ് എന്നെ വിശുദ്ധിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരണമേ. യേശുവിൻ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. താങ്ക് യു.